സ്വാഗതം. ടൊറാറ്റോറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നും 51 അക്ഷരങ്ങളിൽ ഇന്ന് ആദിശക്തി ദേവിയാണ്. ആദിശക്തി ദേവി പറയണത് നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കുക, അനിഷ്ട സംഭവങ്ങളെ അകറ്റി നിർത്തുക. നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കുക, അനിഷ്ട സംഭവങ്ങളെ അകറ്റി നിർത്തുക. ആന്തരികമായ ശക്തി നമ്മളിൽ എല്ലാവരിലും അപാരമായ കഴിവും ശക്തിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ശാസ്ത്രം പറയുന്നത് നമ്മൾ അതിൻ്റെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറയണത്. പിന്നെ നമ്മുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ പ്രാണായാമം, മെഡിറ്റേഷൻ. ആന്തരികമായ ശക്തി വളർത്തിയെടുക്കാൻ പോസിറ്റീവ് തോട്ട്സ്, പിന്നെ എന്താണ് മെഡിറ്റേഷൻ, പ്രാണായാമം. ഇത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ചിന്തകളെ കൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും ഈ മെഡിറ്റേഷനും യോഗ, പ്രാണായാമം ഇതെല്ലാം ചെയ്തിട്ട് നമ്മളുടെ ആന്തരികമായ ശക്തിയെ ഉണർത്തിയെടുക്കണം. അതുവഴി നമുക്ക് ഇന്നർ പീസ് ഉണ്ടാവും. അത് തകരാതിരിക്കാൻ വേണ്ടി അനിഷ്ട സംഭവങ്ങളെ നമ്മൾ അകറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. അനിഷ്ടമായ കാര്യങ്ങളെ നമ്മൾ അതിലേക്ക് ഇടപെടുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇന്നർ ശക്തിയും കൂടി പോകും. നമ്മളിലുള്ള പോസിറ്റിവിറ്റിയും കൂടി ചോർന്നു പോകും, പോസിറ്റീവ് എനർജിയും പോകും. അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളെ ഒഴിവാക്കി നമ്മുടെ ഇന്നർ ശക്തി കൂടുതൽ ബലപ്പെടുത്തിയെടുക്കുക, കൂടുതൽ വളർത്തിയെടുക്കുക. അത് നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ഒരു ശക്തി നമ്മളിൽ ഉണ്ടാക്കിത്തരും. വിൽ പവർ ഉണ്ടാവും, മാത്രമല്ല ആത്മസംയമനം ലഭിക്കും, ഇന്ദ്രിയ നിഗ്രഹണം സാധിക്കും. അതാണ് അതിൽ ഏറ്റവും വലുത്. കാരണം നമ്മുടെ മനോമാലിന്യങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് മെഡിറ്റേഷൻ. നമുക്കൊരു ശാന്തത കൈവരിക്കാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും നമ്മൾ ആത്മസംയമനം പാലിച്ചു പോകുകയാണെങ്കിൽ പല അനിഷ്ട സംഭവങ്ങളെ നമുക്ക് അകറ്റി നിർത്താനും പല അനിഷ്ട സംഭവങ്ങളെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അതാണ് ദേവി ഇവിടെ പറഞ്ഞത്. നമ്മുടെ ആന്തരിക ശക്തിയെ വളർത്തിയെടുക്കുക, അനിഷ്ട സംഭവങ്ങളെ അകറ്റി നിർത്തുക. ഇതാണ് ഇന്ന് ആദിശക്തി ദേവിയുടെ സന്ദേശം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.